എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണക്കാരൻ വീണ്ടും വീണ്ടും സാധാരണക്കാരനാകുന്നു. പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനാകുന്നു. പല ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളും ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും. പൈസ ഉള്ളവരൊക്കെ വീണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഇപ്പോഴും അവതാളത്തിൽ തന്നെയാണ് എന്നല്ലേ? എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായിട്ട് മരിക്കുന്നത്? സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവൻ അവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അത് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാവും. അതല്ലാത്ത പക്ഷം നമ്മളൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ വർഷങ്ങളായി സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. സാലറിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലേ? ഓരോ വർഷവും സാലറി ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിത ചെലവുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പര്യാപ്തമല്ല എന്നുള്ളതാണ്. നമ്മളെ ആശ്വസിപ്പിക്കുവാനോ നമ്മളെ തൃപ്തിപ്പെടുത്തുവാനോ നമുക്ക് കുറച്ച് സാലറിയൊക്കെ കൂട്ടിത്തരുന്നുണ്ട് എന്നല്ലാതെ അത് നമ്മുടെ ജീവിതത്തിനൊരു വലിയ മാറ്റമായി മാറുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി. ഒരു സാധാരണക്കാരൻ വീണ്ടും വീണ്ടും സാധാരണക്കാരനാവുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിലുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഡ്രൈവർ, അയാൾ ഒരു ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായ വണ്ടിയല്ല, മറ്റൊരാളുടെ വണ്ടിയാണ്. അതായത് ആ വണ്ടിയുടെ ഓണർ മറ്റൊരാളാണ്. ഈ ഓണർ കൊടുക്കുന്ന കൃത്യമായ ശമ്പളമാണ് അയാളുടെ വരുമാനം. ഒരു വർഷക്കാലമായി അയാൾ തുടർച്ചയായി ഈ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ജോലി തുടങ്ങി ആദ്യ ശമ്പളം കിട്ടിയ ആ ദിവസം മുതൽ ഈ ഒരു വർഷ കാലയളവ് വരെ അയാളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരേ രീതിയിൽ താഴോട്ടും പോയില്ല, മുകളിലോട്ടും പോയില്ല. ഒരേ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തിയപ്പോൾ അതേ സാലറിയിൽ നമ്മൾ വീണ്ടും ജോലി ചെയ്യുകയാണ്. ഒരു പക്ഷേ ഒരു ഇത്തിരി ശമ്പളമൊക്കെ കൂട്ടിയിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നതും. ഈ സാലറി വെച്ച് രണ്ടാമത്തെ വർഷം നമുക്ക് ജീവിക്കാനാവില്ല എന്നുള്ളതാണ്. വരുമാനം മാറുന്നില്ല, പക്ഷേ ചെലവ് കൂടുന്നുണ്ട്. ഓരോ വർഷവും നമുക്ക് ചെലവ് കൂടുന്നു, ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു, ബാധ്യതകൾ കൂടുന്നു. നമുക്ക് നിലവിലുള്ള വരുമാനം പര്യാപ്തമല്ലാതായി വരുന്നു. അവിടെ ഒരു സാധാരണക്കാരൻ വീണ്ടും സാധാരണക്കാരനാവുകയാണ്. വീണ്ടും കഷ്ടപ്പാടുകളിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും അയാൾ മാറും. ഇത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് എടുക്കുമ്പോഴോ അതേ സാലറിയിൽ തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്നതിൽ അവസ്ഥ നോക്കിയേ. ആ സമയത്ത് എത്രത്തോളം ചെലവുകൾ കൂടിയിട്ടുണ്ടാവും അല്ലേ? 2 വർഷത്തെ ചെലവ് കൂടി, പക്ഷേ വരുമാനം അപ്പോഴും അതേ രീതിയിൽ തന്നെ. അപ്പോൾ വീണ്ടും വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പിരിമുറുക്കത്തിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു. ഒരുപാട് കടബാധ്യതകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ജീവിതം പലപ്പോഴും വളരെ ദുസ്സഹമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു സാധാരണക്കാരൻ പരാജയപ്പെടുന്നതും. ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ വരുമാനത്തിന് എന്തുകൊണ്ട് മാറ്റമുണ്ടാവുന്നില്ല? മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല. മാറ്റമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ നിങ്ങൾ നിരന്തരമായി ഇംപ്രൂവ് ചെയ്യണമെന്നുള്ളതാണ്. ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ. എങ്ങനെയാണ്? നമ്മൾ ഈ ഡ്രൈവറുടെ കാര്യത്തിൽ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അയാൾ 1 വർഷമായി തുടർച്ചയായി ഒരേ ശമ്പളത്തിൽ ആ ജോലി തുടരുകയാണ്. പക്ഷേ പിറ്റേത്തെ വർഷം അയാൾ ചിന്തിക്കുകയാണ്, ഇതേ വരുമാനം കൊണ്ട് എൻ്റെ ജീവിതം ഏതായാലും മുന്നോട്ട് പോകില്ല. ജീവിതം വഴിമുട്ടി കുടുംബമൊക്കെ ആകെ വഴിയാധാരമാകും. അപ്പോൾ എനിക്ക് വരുമാനം കൂട്ടിയേ പറ്റൂ. അതിന് ഞാൻ എന്താണ് ചെയ്യുക? ഇവിടെയാണ് നമ്മൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എങ്ങനെ കടക്കണമെന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമുക്കവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മറ്റൊരാളുടെ വാഹനമല്ലേ ഓടിക്കുന്നത്, സ്വന്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റും അല്ലേ? അത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടോ മറ്റോ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടുന്ന കൃത്യമായ ശമ്പളത്തിനപ്പുറം നമുക്ക് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം നമുക്കതിൽ നിന്ന് ലഭ്യമാകും. കാരണം ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ നമുക്കറിയാം. എങ്ങനെ ജോലി ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. 1 വർഷക്കാലമായി നമ്മളിതിൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വാഹനമെടുത്ത്
അതിൻ്റെ പിന്നാലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുമ്പോൾ സാമ്പത്തികമായ ഒരു പുരോഗതി ഉണ്ടാവുകയും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ വർഷം കഴിയുന്തോറും വീണ്ടും വീണ്ടും ചെലവുകൾ കൂടും, അല്ലേ? മാത്രവുമല്ല, ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും ആ വാഹനം വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെതായ ബാധ്യതകളുണ്ടാവും. വിചാരിച്ച ഒരു പ്രോഫിറ്റ് ഒരു പക്ഷേ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അടുത്ത വഴികളിലേക്ക്, അടുത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജോലിയെ നമ്മൾ മാറ്റേണ്ടി വരും. വേണമെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിൽ ഒരു ഡ്രൈവർക്കൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുറം രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വരുമാനത്തിൽ നമുക്കവിടെ ജോലി ചെയ്യാം. നാട്ടിൽ ഈ വാഹനമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഡ്രൈവറെ വെച്ച് നമുക്ക് അത് ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും വരുമാനം ബിൽഡ് ചെയ്തു, അല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, ഏത് ജോലിയും ആവട്ടെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ആ ജോലിയിൽ നമ്മൾ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് വേണം? നമ്മുടെ ലെവൽ നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണമെന്നുള്ള. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, അങ്ങനെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലായി, ഓരോ ഇടവേളകളിലായി നമ്മുടെ ജോലിയെ നമ്മൾ പുരോഗതിയിലേക്ക് വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള അടിത്തറ, കരുത്ത് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ അങ്ങനെയല്ലല്ലോ. നമുക്കൊരു ജോലിയുണ്ട്, ആ ജോലിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ജോലിക്ക് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. വരുമാനം അത്ര വലിയ വരുമാനമുള്ള ഒരു കുടുംബത്തിലൊന്നുമല്ല ഞാൻ ജീവിച്ച് വളർന്നത്. അപ്പോൾ പണിയെടുത്തിട്ടൊക്കെ പഠിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് പല ജോലികളും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ജോലികളാണെന്നൊന്നും ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പല ജോലികളും. പക്ഷേ ഞാൻ ആരുടെ കൂടെയൊക്കെയാണോ ജോലിക്ക് പോയത്, അവരൊക്കെ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും അതേ ജോലി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്നതിനപ്പുറം ആ ജീവിത രീതിയിലോ ആ പുരോഗതിയിലോ ഒരു മാറ്റവും അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ്. പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് അവർക്ക് പറയാനുള്ളതും. കാരണം എന്താണ്? അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്കൊരു മാറ്റവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കൂലിയൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ ചെലവിനനുസരിച്ചിട്ട് അത് പര്യാപ്തമല്ല എന്നുള്ളതാണ് അവസ്ഥ. മറ്റ് പല മാർഗങ്ങളിലൂടെയും വരുമാനം ഇനിയും ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ ഉപയോഗപ്പെടുത്തിയില്ല. അങ്ങനെയൊരു ചിന്തകളെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊക്കെ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ജോലി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏത് ജോലിയും ആവട്ടെ, അത് വൈറ്റ് കോളർ ജോബ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും മറ്റു തരത്തിലുള്ള ജോലിയാണെങ്കിലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ജോലിയാണോ തിരഞ്ഞെടുത്തത്, ആ തിരഞ്ഞെടുത്തതിന് ശേഷം ഇനി അടുത്ത ലെവലിലേക്ക് ഞാൻ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ചിന്തയെ മുൻനിർത്തിക്കൊണ്ട് നമുക്കതിലെത്തിപ്പെടാനുള്ള പരിശ്രമവും നമ്മൾ ജീവിതത്തിൽ നടത്തണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. മുന്നോട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നമുക്ക് വന്നു ചേരാനുണ്ട്. ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ വരുമാനവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ വലിയ കുഴിയിലേക്ക് നമ്മളങ്ങ് വീഴും. പിന്നീട് എഴുന്നേക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ജോലിയാണോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ജോലിയിൽ എപ്പോഴും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇതുപോലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടെത്താൻ സാധിച്ചത് കൊണ്ടാണ് ഇന്നും പിടിച്ചു നിൽക്കാനും തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ഇതിനെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. നിങ്ങളോട് പറയാനുള്ളതും നിങ്ങളുടെ ജോലിയെ മെച്ചപ്പെടുത്താൻ, കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിൽ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ചിന്തിക്കാൻ കഴിയുന്നൊരു മനസ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അങ്ങനെയാണ് ഒരാൾ ജീവിതത്തിൽ വളരേണ്ടത്. അതല്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മൾ സാധാരണക്കാരനായിട്ട് ജനിക്കും, സാധാരണക്കാരനായിട്ട് ജീവിക്കും, സാധാരണക്കാരനായിട്ട് മരിക്കും. നമ്മളുണ്ടാക്കിയ കുറേ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറുകയും ചെയ്യും. അങ്ങനെയുള്ള പരാജയപ്പെട്ട ഒരാളായിട്ട് മാറുന്നതിന് പകരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരാളായിട്ട് സ്വയം വളരുക.
അതിനുള്ള അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും നമ്മൾ ചിന്തിക്കുക. നിലവിലുള്ള സാഹചര്യത്തിൻ്റെ തൊട്ടടുത്ത ലെവലിലേക്ക് നമ്മൾ വളരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പരിശ്രമം നിങ്ങളെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എല്ലാവരുടെയും പ്രശ്നം ഈ പരിശ്രമം ഇല്ലാത്തതാണ്. നമ്മൾ എങ്ങനെ അടുത്ത ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമം നടത്താത്തതിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പിന്നിലേക്ക് പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളോടെ ജീവിക്കാൻ ശീലിക്കുക എന്നത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.